സമാജം HSS മുതുകുളത്തിന്റെ +2 സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാപ്റ്റർ 7 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ 4ാം ഭാഗം പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പ്രധാനമായും 3 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അവ ഏതെല്ലാമായിരുന്നു? chi-square ഡിസ്ട്രിബ്യൂഷൻ, T ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് F ഡിസ്ട്രിബ്യൂഷൻ. അതിൽ chi-square ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ പഠിച്ചു. എന്താണ് chi-square ഡിസ്ട്രിബ്യൂഷൻ? Z1, Z2, etc. Zn എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ആണെങ്കിൽ Z1 സ്ക്വയർ പ്ലസ് Z2 സ്ക്വയർ പ്ലസ് etc. പ്ലസ് Zn സ്ക്വയർ ഫോളോസ് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതുപോലെ തന്നെ chi-square ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണ്? n. വേരിയൻസ് എന്താണ്? 2n. അതുപോലെ ns സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ ഫോളോസ് chi-square ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും chi-square ടേബിളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇല്ലേ? ഇനി നമുക്ക് T ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും F ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും പഠിക്കാം. ഇനി T ഡിസ്ട്രിബ്യൂഷൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വില്യം സീലി ഗോസെറ്റ് എന്ന സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ് T ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പെൻ നെയിം ആണ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് വാസ് ഹിസ് പെൻ നെയിം. അതുകൊണ്ട് തന്നെ T ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ എന്ത് ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയുന്നു? സ്റ്റുഡൻസ് T ഡിസ്ട്രിബ്യൂഷൻ എന്നും പറയുന്നു. T ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റുഡൻസ് T ഡിസ്ട്രിബ്യൂഷൻ. ഇനി സ്റ്റുഡൻസ് T ഡിസ്ട്രിബ്യൂഷനിലെ T എന്ന വേരിയബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം Z is a standard normal variable and Y is a chi-square distribution with n degrees of freedom. അങ്ങനെയാണെങ്കിൽ Z by root of Y by n, chi-square distributionന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയ n ആണ് ഡിവൈഡ് ചെയ്യുന്നത്. Z by root of Y by n is known as T variable or student's T variable with n degrees of freedom. T variable follows the distribution is known as T distribution. ആ വേരിയബിൾ ഏതാണ്? T is equal to Z by root of Y by n. ക്ലിയർ ആയോ എല്ലാവർക്കും? T is equal to Z by root of Y by n. The T variable will follow a distribution which is called a T distribution. അപ്പോൾ T distribution follow ചെയ്യുന്ന വേരിയബിൾ ഏതാണ്? T is equal to Z by root of Y by n. Z follows standard normal distribution, Y follows chi-square distribution with n degrees of freedom. അപ്പോൾ അതിന്റെ റേഷ്യോ T is equal to Z by root of Y by n follows T distribution. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി properties of T distribution. If T follows T distribution with n degrees of freedom, then expectation of T അഥവാ mean of T, T ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് 0 ആണ്. expectation of T is equal to 0. variance of T is equal to n by n-2 where n greater than 2. എന്തുകൊണ്ടാ? ഇവിടെ ഡിനോമിനേറ്റർ n-2 ആണ്. അതുകൊണ്ട് അത് 0 ആവാൻ പാടില്ല. n-2 എപ്പോഴാ 0 ആവുന്നത്? n equal to 2. അപ്പൊ n എപ്പോഴും എന്തായിരിക്കണം? 2-നേക്കാൾ കൂടുതലായിരിക്കണം. അതുകൊണ്ട് T ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് E of T എന്ന് പറയുന്നത് 0 ആണ്. വേരിയൻസ് ഓഫ് T എന്ന് പറയുന്നത് n by n-2. T ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് at T equal to 0. നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോഴും പറഞ്ഞു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക് അബൌട്ട് mu, അതായത് 0. അതുപോലെ തന്നെയാണ് T ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ സിമെട്രിക് അബൌട്ട് T is equal to 0. സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് T ഡിസ്ട്രിബ്യൂഷൻ. അതായത് അതിന്റെ രണ്ട് സൈഡിലും T equal to 0യുടെ രണ്ട് സൈഡിലും ഏരിയ ഈക്വൽ ആയിരിക്കും. As n turns to infinity, T distribution turns to normal distribution. n വളരെ വലുതാവുകയാണെങ്കിൽ T distribution എപ്പോഴും എന്തായി മാറും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയി മാറും. As n turns to infinity, T distribution turns to normal distribution. Then next we know that Z is equal to x bar minus mu by sigma by root n. Z സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? Z equal to x bar minus mu by sigma by root n follows n of 0, 1 and Y is equal to ns square by sigma square follows chi-square distribution with n-1 degrees of freedom. Then T is equal to Z by root of Y by n-1 ആണല്ലോ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. Z by root of Y and
ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n-1. അപ്പൊ n²/σ² ആണ് നമ്മൾ എന്തായിട്ട് എടുത്തത്, y ആയിട്ട് എടുത്തത്. അപ്പൊ t ഈസ് ഈക്വൽ ടു z/√y/n-1 ഈസ് ഈക്വൽ ടു നമുക്ക് again എങ്ങനെ എഴുതാം, z നെ എങ്ങനെ എഴുതാം, x ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ/√n ഡിവൈഡഡ് ബൈ ഇതിനെ z/√ എന്നുള്ളത് എങ്ങനെ എഴുതാം, ഡിവൈഡഡ് ബൈ √y/n-1 ഈസ് ഈക്വൽ ടു x ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ/√n ഇൻറ്റു √n-1 by √y is equal to x bar minus mu by sigma/√n into √n-1 divided by √y എന്താ n²/σ² is equal to x bar minus ഇവിടെ നോക്കിയേ, ഇവിടെ n/σ², √n/σ², ഇവിടെ സിഗ്മ/√n അത് രണ്ടും കൂടെ ക്യാൻസൽ, ഈ റൂട്ടനും ഈ സിഗ്മയും ഈ ഡിനോമിനേറ്ററിലെ സിഗ്മയും കൂടെ ക്യാൻസൽ ചെയ്തു പോയിട്ട് ഇവിടെ എന്ത് മാത്രം വരും, √(x²) അതെന്താണ് s. അപ്പൊ ഇതെന്തായി, x ബാർ മൈനസ് മ്യൂ ഇൻറ്റു √n-1 ഡിവൈഡഡ് ബൈ s ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, x ബാർ മൈനസ് മ്യൂ ബൈ s/√n-1. അപ്പൊ അതെന്താണ്, ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ദ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ സ്റ്റാറ്റിസ്റ്റിക് x ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ/√n ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് chi² സ്റ്റാറ്റിസ്റ്റിക്, അതായത് എന്താണ്, √n²/σ² ഡിവൈഡിംഗ് വിത്ത് ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി എ ടി സ്റ്റാറ്റിസ്റ്റിക് ഹാവിംഗ് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അവിടെ ടി എന്ത് കിട്ടി, x ബാർ മൈനസ് മ്യൂ ബൈ s/√n-1 ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടുന്ന് തന്നെ നമുക്ക് പറയാം ടി അതെങ്ങനെ കിട്ടി എന്നുള്ളത്, അതെങ്ങനെ ആ റേഷ്യോ z/√y/n-1 square root of chi² √y/n-1 follows t distribution with n-1 degrees of freedom. ഈ y എന്താണ്, n²/σ². ഓക്കെ ആണോ എല്ലാവർക്കും? ആപ്ലിക്കേഷൻസ് ഓഫ് ടി സ്റ്റാറ്റിസ്റ്റിക്. ടി സ്റ്റാറ്റിസ്റ്റിക്കിന്റെ ആപ്ലിക്കേഷൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ടി സ്റ്റാറ്റിസ്റ്റിക് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് the mean of a small sample drawn from a normally distributed population when the population standard deviation is unknown. The mean of a small sample drawn from a normally ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്നുള്ള സ്മോൾ സാമ്പിളിന്റെ മീൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടി സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തായിരിക്കണം, the population standard deviation is unknown. സിഗ്മ അൺനോൺ ആകുന്ന കേസിൽ the mean of a small sample drawn from a normally distributed population, ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന ഒരു സ്മാൾ സാമ്പിളിന്റെ മീൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ടി സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമതായിട്ടോ, ടു ഇൻഡിപെൻഡന്റ് റാൻഡം സാമ്പിൾസ് ഹാവ് ദി സെയിം മീൻ. രണ്ട് ഇൻഡിപെൻഡന്റ് സാമ്പിൾസിന് സെയിം മീൻ വരികയാണെങ്കിലും നമ്മൾ എന്ത് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ടി ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് റാൻഡം സാമ്പിൾസ് ഹാവ് ദി സെയിം മീൻ, രണ്ട് സാമ്പിൾസ് എടുക്കുന്നു, അവയ്ക്ക് രണ്ടിനും സെയിം മീൻ ആണെങ്കിലും നമ്മൾ എന്ത് ടെസ്റ്റ് ഉപയോഗിക്കും, ടി ടെസ്റ്റ് ഉപയോഗിക്കും. അല്ലാതെ എപ്പോഴാണ് എടുക്കുന്നത്, നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്ന സാമ്പിൾ സ്മോൾ സാമ്പിളിന്റെ മീൻ ടെസ്റ്റിന് വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കും, ടി ടെസ്റ്റ് ഉപയോഗിക്കും. പക്ഷെ അവിടെ എന്തായിരിക്കണം, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ അൺനോൺ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ടേബിൾസ് ഓഫ് ടി ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, സിമെട്രിക് കർവ് ആണ്. അതുപോലെ ടി കർവ് എന്താണ്, സിമെട്രിക് ആണ്. ഈ ആക്സിസിന്റെ രണ്ട് സൈഡിൽ ഈക്വൽ ഏരിയ ആയിരിക്കും. അപ്പോൾ ടി കർവും നമ്മളെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് വരയ്ക്കുന്ന പോലെയാണ് വരയ്ക്കുന്നത്. ടി ഈക്വൽ ടു 0, ഈ പോയിന്റിന്റെ ഈ ആക്സിസിന്റെ രണ്ട് സൈഡിലും ഒരേ ഈക്വൽ ഏരിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ടി ടേബിൾ കണ്ടെയ്ൻസ് ദ ടി വാല്യൂസ് ഫോർ പർട്ടിക്കുലർ വാല്യൂ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0.05. For alpha is equal to 0.05 and degrees of freedom 5, the value of t is equal to 2.015.
ഈ വാല്യൂ കിട്ടുന്നത് ടി ടേബിളിൽ നിന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 311 ടി ടേബിൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 311 ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 311 ടി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതില് രണ്ട് റോസ് ഉണ്ടാവും. അതിൽ 2 ടൈൽഡ് ടെസ്റ്റിന് ഒരു റോ, 1 ടൈൽഡ് ടെസ്റ്റിന് ഒരു റോ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. അപ്പൊ ഫസ്റ്റ് കോളം എന്ന് പറയുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. മുകളിൽ 2 റോസ് ഉണ്ടാവുന്നു, 1 ടൈൽഡും 2 ടൈൽഡ്. ഞാൻ ഇവിടെ നെക്സ്റ്റ് ഇതില് ഇത് കൊടുത്തിട്ടുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് നോക്കി, ആൽഫ ഈസ് ഈക്വൽ ടു 0.05 ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5. ദ വാല്യൂ ഓഫ് ടി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി വാല്യൂ എന്ന് പറയുന്നത് 2.015. അപ്പൊ ഈ ഇത് പഠിക്കുമ്പോൾ തന്നെ ആ ടേബിൾ എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിൽ നോക്കാൻ മനസ്സിലാവും. Statistically, this can be expressed as probability of Tn greater than T. അതായത് നോക്കിയേ, probability of Tn greater than T. Probability of Tn greater than T is equal to probability of Tn greater than T is equal to Tn greater than T. Probability of Tn greater than T എന്നുള്ളതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? Probability of Tn greater than T is equal to alpha. Probability of Tn greater than T is equal to alpha. അതിൽ തന്നെ also this can be expressed as P of Tn. ഇവിടെ n എത്ര? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 5. P of T5 greater than ആൽഫ എത്രയാ? 0.05. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടി വാല്യൂ എത്രയാ നമുക്ക് കിട്ടിയ? അത് ടേബിളിൽ നിന്നാണ് ഈ 2.015 കിട്ടുക. ഈസ് ഈക്വൽ ടു ആൽഫ. പ്രോബിലിറ്റി ഓഫ് Tn greater than T ഈസ് ഈക്വൽ ടു ആൽഫ. അത് 1 ടൈൽഡ് ടെസ്റ്റിന്റെ ഇതിലാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്ത് 2 ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന നോക്കിയ പ്രോബബിലിറ്റി ഓഫ് മോഡ് Tn ഗ്രേറ്റർ ദാൻ പ്രോബബിലിറ്റി ഓഫ് മോഡ് Tn ഗ്രേറ്റർ ദാൻ T. Probability of mod Tn greater than T. Probability of mod Tn greater than T is equal to alpha. Probability of mod Tn greater than T is equal to alpha. Probability of mod Tn greater than probability of mod Tn greater than T is equal to alpha. അതാണ് ഇങ്ങനെ എഴുതി. probability of mod n ഇവിടെ 5 ആണ്. probability of mod T5 greater than 2.015 is equal to 2 into 0.05, അതായത് 0.1. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നമുക്കത് അടുത്ത ഇതിൽ ഒന്നുകൂടെ ക്ലിയർ ആയി. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് T if P of T10 greater than T is equal to 0.10. B. P of T8 greater than T is equal to 0.01. C. P of T2 greater than T is equal to 0.05. D. P of modulus T5 greater than T is equal to 0.05. P of mod T10 greater than T is equal to 0.02. ഇതില് എയും ബിയും ഡിയും ഞാനിവിടെ ചെയ്യാം. സിയും ഇയും നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് എഴുതുക. അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം P of T10 greater than T is equal to 0.10. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0.10 ആണ്. ഇവിടെ മോഡുലസ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഇത് 1 ടൈൽഡ് ടെസ്റ്റ് ആണ്. മോഡുലസ് തന്നിട്ടുണ്ടെങ്കിൽ അത് 2 ടൈൽഡ് ടെസ്റ്റ്, മോഡുലസ് ഇല്ലാതെ തരികയാണെങ്കിൽ അത് 1 ടൈൽഡ് ടെസ്റ്റ്. അപ്പൊ ഇവിടെ 1 ടൈൽഡ് ടെസ്റ്റ് ആണ്. 1 ടൈൽഡ് ടെസ്റ്റിൽ ആൽഫ 0.10, ഇവിടെ n എന്ന് പറയുന്നത് 10 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n. അപ്പൊ ഇത് ഈ താഴോട്ട് കൊടുത്തേക്കുന്നത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n.
ഇവിടെ രണ്ട് റോസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തത് ടു ടൈൽഡിന്റെ റോ, രണ്ടാമത്തത് വൺ ടൈൽഡിന്റെ റോ. ഇവിടെ വൺ ടൈൽഡ് ടെസ്റ്റ്, അപ്പൊ സെക്കൻഡ് റോ ആണ് വൺ ടൈൽഡ് ടെസ്റ്റ്. ടെക്സ്റ്റിലെ പേജ് നമ്പർ 311 എന്ന് പറയുന്നത് ടി ടേബിൾ ആണ്. അതെടുത്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമാവും. ടെക്സ്റ്റിലെ ഏറ്റവും ലാസ്റ്റ് 311, പേജ് നമ്പർ 311 ടി ടേബിൾ. ആ ടേബിൾ എടുത്ത് വെച്ച് വേണം പഠിക്കാൻ നോക്കുക. അപ്പോ n എന്ന് പറയുന്നത് 10 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10 ഇതാണ് 10 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 10. ഇനി നോക്കിയാ ആൽഫ 0.10 വൺ ടൈലില് ആൽഫ 0.1 ഇത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര കിട്ടിയ 1.372. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇനി അടുത്ത പ്രോബ്ലം നോക്കിയേ. Probability of T8 greater than T is equal to 0.01. അതായത് n is equal to 8. n എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 8 എടുക്കുക. ഇതാണ് 8. കണ്ടോ? ഇനി ആൽഫ 0.01 വൺ ടൈൽഡ് ടെസ്റ്റിലെ 0.01 നോക്കുക. ഇതാണ് 0.01. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര? 8 2.896 അതാണ് ടി വാല്യൂ. ഇനി അടുത്ത പ്രോബ്ലം നോക്കിയേ. പ്രോബബിലിറ്റി ഓഫ് മോഡ് T5 ഗ്രേറ്റർ ദാൻ T is equal to 0.05. Probability of mod T5 greater than T is equal to 0.05. അപ്പൊ ഇവിടെ n എത്രയാണ്? 5. n5 ഇത് n5 ഡിഗ്രീസ് ഓഫ് ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. മോഡുലസ് വന്നത് കാരണം ഇതെന്താണ്? ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. ടു ടൈൽഡ് ടെസ്റ്റില് ആൽഫ 0.05 നോക്കുക. ആൽഫ 0.05 ഇത്. അപ്പൊ 5.05. അപ്പൊ വാല്യൂ എത്ര കിട്ടി? 2.57. അതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? പ്രോബ്ലം ചെയ്തതാ. അപ്പൊ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു. ടി ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾ എന്തായിരുന്നു? T is equal to Z by root of y by a. അതിൽ Z എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. y എന്താണ്? കൈ സ്ക്വയർ വേരിയബിൾ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി അടുത്ത് നമുക്ക് സെനക്ടേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കാം. സെനക്ടേഴ്സ് എഫ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കൊന്ന് പറയാം. Let chi1 square and chi2 square are two independent chi-square random variable with n1 and n2 degrees of freedom respectively. Then the ratio of two chi-square variables dividing by their corresponding degrees of freedom will be an f variable with n1, n2 degrees of freedom. അതായത് chi1 square with degrees of freedom n1, chi2 square with degrees of freedom n2. അതായത് chi1 square and chi2 square are two chi-square variables with degrees of freedom n1 and n2. അതായത് chi1 square is a chi-square variable with degrees of freedom n1, chi2 square is a chi-square variable with degrees of freedom n2. Then the ratio of chi1 square and chi2 square. chi1 square and dividing their degrees of freedom. chi1 square by n1 divided by chi2 square by n2. chi1 square by n1 divided by chi2 square by n2 is f variable. F is equal to chi1 square by n1 divided by chi2 square by n2 is f variable. Will follow a distribution which is called f distribution. അപ്പോൾ f വേരിയബിൾ ഏതാണ്? f is equal to chi1 square by n1 divided by chi2 square by n2. ഇത് രണ്ടും chi-square. Ratio of two chi-square variables dividing their degrees of freedom is an f variable with the degrees of freedom n1 n2. Clear ആണോ?
പ്രോപ്പർട്ടീസ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഏതെല്ലാമാണെന്ന് നോക്കാം. If F follows F distribution with n1 n2 degrees of freedom, F എന്ന് പറയുന്നത് F distribution with degrees of freedom n1 n2 ആണെങ്കിൽ 1/F follows F distribution with degrees of freedom തിരിഞ്ഞു വരും. ഇവിടെ n1 n2 ആണ് F ൻ്റെതെങ്കിൽ 1/F ൻ്റെ എന്തായിരിക്കും? n2, n1, n2, n1. F ൻ്റെത് n1 n2 ആണെങ്കിൽ 1/F ൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? n2, n1. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. അതുപോലെ മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ. ആസ് n1 ടേൺസ് ടു ഇൻഫിനിറ്റി ആൻഡ് n2 ടേൺസ് ടു ഇൻഫിനിറ്റി, അതായത് n1 ഉം n2 ഉം വളരെ വലുതാണെങ്കിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ ആരായിട്ട് മാറും? എഫ് ഡിസ്ട്രിബ്യൂഷൻ ടേൺസ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. As n1 turns to infinity and n2 turns to infinity, F distribution turns to normal distribution. നമ്മൾ ആ chi-square distribution പഠിച്ചപ്പോൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു. എന്താ? നോട്ടായിട്ട് പഠിച്ചിരുന്നു. എന്തായിരുന്നു? n²/σ² follows chi-square distribution with n-1 degrees of freedom. അപ്പോൾ അത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എഫ് ഡിസ്ട്രിബ്യൂഷനിൽ. If S1² and S2² are the sample variances of two independent random samples of size n1 and n2 taken from a normal populations with variances σ1² and σ2². അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം? n1 s1² by σ1² divided by n1 minus 1 divided by n2 s2² by n2 minus 1 follows F distribution with n1 minus 1 n2 minus 1 degrees of freedom. അതെങ്ങനെയാ വന്നത് നമുക്കറിയാം. എഫ് എന്ന് പറയുന്നത് എന്താണ്? chi1² by n1 divided by chi2² by n2. ഇവിടെ chi² വേരിയബിൾ chi1² എന്ന് പറയുന്ന വേരിയബിൾ ഏതായിരിക്കും? n1 s1² by σ1² divided by n1 minus 1. ഇവിടെ എന്താ? n2 s2² by n2 minus 1. അപ്പൊ അത് റേഷ്യോ ഓഫ് 2 chi-square വേരിയബിൾസ് ആയി. അതെന്താണ്? എഫ് വേരിയബിൾ ആണ്. അതായത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും? എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്? n1 minus 1, n2 minus 1. മനസ്സിലായോ എല്ലാവർക്കും? ആപ്ലിക്കേഷൻസ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം നോക്കാം. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഇക്വാളിറ്റി ഓഫ് 3 or more മീൻസ്. മൂന്നോ അതിൽ കൂടുതലോ മീൻസിന്റെ തുല്യത ടെസ്റ്റ് ചെയ്യാൻ എഫ് ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നു. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ഇക്വാളിറ്റി ഓഫ് 3 or more മീൻസ്. മൂന്നോ അതിലധികമോ മീനുകളുടെ തുല്യത ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എഫ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ഇക്വാളിറ്റി ഓഫ് 2 സാമ്പിൾ വേരിയൻസ്. രണ്ട് സാമ്പിൾ വേരിയൻസിന്റെ തുല്യത പരിശോധിക്കാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? എഫ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നു. ടേബിൾസ് ഓഫ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾസ് ടെക്സ്റ്റില് പേജ് നമ്പർ 313 ഉണ്ട്, 314 ഉണ്ട്. രണ്ട് ടേബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 5% ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളും 1% ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിളും. ആൽഫ 0.01 കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആൽഫ 0.05 കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. The tables of F statistics are arranged for different pairs of degrees of freedom n1, n2 and for two different levels of significance 0.01 and 0.05. The body of table contains different values of F. First row contains n1 values and the first column contains n2. നമ്മുടെ ടേബിൾ നോക്കുമ്പോൾ അറിയാം, അതിലെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് n1 ആണ്, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് n2 ആണ്. അതിന്റെ ബോഡി എന്ന് പറയുന്നത് എഫ് വാല്യൂ ആയിരിക്കും. ആൽഫ എന്നുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ടേബിൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ടേബിൾ നോക്കിയിട്ട് ഞാനത് ഒന്നുകൂടി പറഞ്ഞു തരാം. ഇത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? F table contains the F values for particular value of a significance level alpha. ആൽഫ രണ്ട് വാല്യൂസ് ഉണ്ട്, ആൽഫ 0.01 ഉണ്ട്, 0.05 ഉണ്ട്. ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് വാല്യൂസ് രണ്ട് ടേബിൾ ഉണ്ട്. ആൽഫ 0.05 ആണെങ്കിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെ എഫ് ടേബിൾ എടുക്കാം. അതില് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് n1 ആയിരിക്കും, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് n2 ആയിരിക്കും. ആൽഫ 0.05 ഫസ്റ്റ് റോയിൽ n1 2 കാണുക, ഫസ്റ്റ് കോളത്തിൽ n2 4 എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എഫ് എന്ന് പറയുന്നത് 6.94.
Statistically, this can be expressed as probability of f n1 n2 greater than f is equal to 0.05 alpha. Probability of f n1 n2 greater than f is equal to alpha. ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ ആൽഫ 0.05, n1 2, n2 4. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂ എന്ന് പറയുന്നത് 6.94 ആയിരിക്കും. ടെക്സ്റ്റിലെ പേജ് നമ്പർ 314 എഫ് ടേബിൾ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ 0.01 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഫസ്റ്റ് റോ ഇതാണ് n1 വാല്യൂസ്, ഈ ഫസ്റ്റ് കോളം ഇതാണ് n2 വാല്യൂസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ടേബിൾ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ടെക്സ്റ്റ് എടുത്തു വെച്ച് നോക്കാം, അതിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ക്ലിയർ ആയല്ലോ. ആദ്യത്തെ റോ n1, ഫസ്റ്റ് കോളം n2, ഇത് രണ്ടും കൂടെ എടുക്കുന്ന രണ്ട് n1 n2 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് എഫ് വാല്യൂ, അതാണ് ബോഡി ഓഫ് ദ ടേബിൾ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. നെക്സ്റ്റ് നോക്കാം. ഈ എഫ് ടേബിൾ 5% ലെവൽ ആൽഫ 0.05 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ടേബിൾ ആണ് ടെക്സ്റ്റിലെ പേജ് നമ്പർ 313. അതിലൊരു വാല്യൂസ് നോക്കിയേ. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് n1 വാല്യൂസ്, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് n2 വാല്യൂസ്. ഇപ്പോൾ n1 8ഉം n2 10ഉം ആയിട്ടുള്ള വാല്യൂ എത്ര? n1 8, n2 10. ആ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാ വന്നത്? 3.07. ആൽഫ എത്രയാണ്? 0.05. ഇങ്ങനെ ടേബിൾ നോക്കുന്നത്. ആദ്യം n1 ഫസ്റ്റ് റോയിൽ നോക്കുക, n2 ഫസ്റ്റ് കോളത്തിൽ നോക്കുക. അതിന് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ബോഡിയിൽ നോക്കുന്നതാണ് എഫ് വാല്യൂ. ക്ലിയർ ആയോ എല്ലാവർക്കും? ടേബിൾ എങ്ങനെയാ നോക്കുന്നതെന്ന് മനസ്സിലായോ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഇഫ് 1 a P of f 512 greater than f is equal to 0.05. അപ്പൊ നമ്മള് 0.05 എന്ന് പറയുമ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേബിൾ എടുക്കുക. അപ്പൊ ആദ്യം ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ടേബിൾ ഉണ്ട്. ആൽഫ 0.05 ആവുമ്പോഴൊരു ടേബിൾ, ആൽഫ 0.01 ആവുമ്പോഴൊരു ടേബിൾ. അപ്പൊ അതിൽ ആൽഫ 0.05, അപ്പൊ അവിടെ വേറെ ഒന്നും നോക്കാനില്ല, 5% ലെവൽ ടേബിൾ എടുക്കുക. ആൽഫ 0.05 എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്തെടുക്കുക? 5% ലെവൽ ടേബിൾ എടുക്കുക. അതിൽ n1 എത്രയാ? 5. n1 5. ഫസ്റ്റ് റോയില് n1 5 ചൂസ് ചെയ്യുക. അതായത് n1 5. n2 എത്രയാ? 12. n2 12. n2 12 കണ്ടോ? അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് എത്രയാ വന്നത്? 3.11. ടെക്സ്റ്റ് എടുത്ത് വെച്ച് നോക്കുക. ഇവിടെ ഇതിൽ വ്യക്തമാവണമെന്നില്ല. അപ്പൊ എത്ര കിട്ടി? 3.11 എഫ് കിട്ടി. അടുത്ത് നോക്കിയേ. എഫ് 815 ഗ്രേറ്റർ ദാൻ എഫ് ഈസ് ഈക്വൽ ടു 0.05. അപ്പൊ 5% ലെവൽ തന്നെ ടേബിൾ നോക്കുക. n1 8 ഏതാ? ഇതിവിടെ n1 8. n1 8. n2 ഏതാ? 15. n2 15. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാ വന്നത്? 2.64. 2.64. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് എഫ് ടേബിൾ. എഫ് ടേബിളും ടി ടേബിളും ഒന്നും നോക്കാൻ ബുദ്ധിമുട്ടില്ല, വളരെ എളുപ്പമാണ്. അപ്പൊ എഫ് ടേബിൾ നോക്കാൻ മനസ്സിലായോ എല്ലാവർക്കും? 2.64. ഇനി നമുക്ക് റിലേഷൻ എമംഗ് ഇസഡ് കൈ സ്ക്വയർ ടി ആൻഡ് എഫ്. നമ്മളിപ്പോ പഠിച്ചപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഇസഡും കൈ സ്ക്വയറും ടിയും എഫും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കുറെ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ഇസഡ് ആൻഡ് കൈ സ്ക്വയർ, ഇസഡും കൈ സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമുക്കറിയാം z1, z2, etc. zn, bn ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ്. അത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ക്വയേഴ്സിന്റെ സം z1 സ്ക്വയർ പ്ലസ് z2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് zn സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിൽ n 1 ആണെങ്കിൽ if n is equal to 1 then z square follows chi square with 1 degrees of freedom.
ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. z follows n of 0 1 ആണെങ്കിൽ z square follows dash. Z square follows chi-square distribution with the degrees of freedom 1. Clear ആയോ? ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ chi-square and t നോക്കാം. നമുക്കറിയാം, if z is a standard normal variable and y is a chi-square with n degrees of freedom, then the ratio of z and root of y by n will result a t statistic with n degrees of freedom. അല്ലേ, നമ്മൾ പഠിച്ചതാണ്. എന്താ, z by root of y by n follows t distribution with n degrees of freedom. അപ്പൊ z ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളും y ഒരു chi-square distribution with n degrees of freedom ആയിട്ടുള്ള chi-square വേരിയബിളും ആണെങ്കിൽ, z ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളും y ഒരു chi-square വേരിയബിളും ആണെങ്കിൽ z by root of y by n follows t distribution with n degrees of freedom. Clear ആയോ? z is a standard normal variable and y is a chi-square variable with n degrees of freedom ആണെങ്കിൽ z by root of y by n follows t distribution with n degrees of freedom. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കാം. നെക്സ്റ്റ്, റിലേഷൻ ബിറ്റ്വീൻ chi-square ആൻഡ് f. chi-squareഉം f ഉം തമ്മിലുള്ള റിലേഷൻ, അത് നമുക്കറിയാം. ദ റേഷ്യോ ഓഫ് ടു ഇൻഡിപെൻഡന്റ് chi-square വേരിയബിൾസ് which are divided by their respective degrees of freedoms n1 and n2. അത് നമുക്കറിയാം, chi1 square by n1 divided by chi2 square by n2 follows f distribution with the degrees of freedom n1, n2. Clear ആയോ എല്ലാവർക്കും? Relation between t and f. We have a t variable, എന്താണ്? t is equal to z by root of chi-square by n, where z follows n of 0, 1 and chi-square follows chi-square distribution with n degrees of freedom. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യും. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ് ചെയ്താൽ എന്ത് വരും? ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു z സ്ക്വയർ ബൈ chi-square by n. അപ്പോൾ z സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? z സ്ക്വയർ ബൈ 1 ഡിവൈഡഡ് ബൈ chi-square by n. അപ്പോൾ എന്ത് കിട്ടി? z സ്ക്വയർ ഫോളോസ് എന്താണ്? chi-square. z സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? chi-square by 1. z സ്ക്വയർ ഫോളോസ് chi-square distribution with 1 degrees of freedom. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? chi-square by 1 divided by chi-square by n. അതായത് t is equal to z by root of chi-square by n follows t distribution with n degrees of freedom ആണെങ്കിൽ t square follows f distribution with degrees of freedom 1, n. The square of t statistic will be a f distribution with degrees of freedom 1, n. Clear ആയല്ലോ? t ഒരു സ്റ്റുഡൻസ് t ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ t സ്ക്വയർ എന്ന് പറയുന്നത് f ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1, n ആയിരിക്കും.